പുതിയ എസ് സി ആർ ടിയിലെ ക്ലാസ് 5 സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പം നമ്മൾ രോഗകാരികൾ ഇതൊക്കെയാണ് നമ്മളിന്ന്, പിന്നെ വാക്സിനുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. ഒക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്, PSC ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പം നമുക്ക് പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ, ഓക്കെ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നു പോകുന്ന രോഗങ്ങളാണ്. ഓക്കെ. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും പകരാം. വായുവിലൂടെ പകരാം, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ പകരാം, അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ പകരാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി അതുപോലെ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, ഇതൊക്കെയാണ്. ഇനി ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പകർച്ചവ്യാധികൾ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണത്. ഇനി മഹാമാരികൾ. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പാൻഡമിക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ്, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വസൂരി, ക്ഷയം, പ്ലേഗ്, പിന്നെ COVID-19 അല്ലേ? നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള രോഗമാണ് COVID-19 എന്ന് പറയുന്നത്. അതൊരു പാൻഡമിക് ആണ്. അങ്ങനെ PSC ചോദിക്കാറുണ്ട്, COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക് ആണോ, എൻഡമിക് ആണോ, അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് COVID-19 പാൻഡമിക് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാൻഡമിക് എന്നതിൻ്റെ ഡെഫിനിഷനും ഓർത്തിരിക്കണം. മഹാമാരി ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു മറ്റു രാജ്യങ്ങളിലേക്കോ അല്ല ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ചെയ്യണം, കൂടുതൽ ആളുകളെ ബാധിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ രോഗത്തിന് മഹാമാരി എന്ന് പറയാം. അപ്പോൾ രോഗകാരികൾ അല്ലേ, പാത്തോജൻസ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ രോഗകാരികൾ എന്ന് പറയുന്നത് എന്താണ്? ഈ സൂക്ഷ്മജീവികളാണ് അധികവും. അല്ല, അതിന് 3 ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയകൾ, വൈറസ്, അല്ലെങ്കിൽ ഫംഗസ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഈച്ച, കൊതുക്, ഇതൊക്കെ വഴി നമ്മൾ രോഗങ്ങൾ പകരുന്നില്ലേ, അത് രോഗകാരികളാണോ? അല്ല കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഈ ചെറിയ സൂക്ഷ്മാണുക്കളെയാണ് രോഗകാരികൾ എന്ന് പറയുന്നത്. ഈ ഈച്ച, കൊതുക്, ഇതിനൊക്കെ എന്താണ്? രോഗാണുവാഹകർ എന്നാണ് പറയുന്നത്. അതായത് ഈ വൈറസിനെയും ബാക്ടീരിയനെയൊക്കെ വഹിക്കുന്ന ആൾക്കാരാണ് ഈ ഈച്ച, കൊതുകൊക്കെ. അതിനെപ്പറ്റി നമ്മൾ ഇനി വരുന്നുണ്ട്. ഇത് കൺഫ്യൂഷനായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞതാണ്. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. അതായത് നമ്മളിപ്പോൾ വിചാരിക്കും ബാക്ടീരിയകളും അല്ലെങ്കിൽ വൈറസുകളും ഒക്കെ എന്താണ്? രോഗകാരികളാണെന്ന് വിചാരിക്കും. അതുകൊണ്ടൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എല്ലാ ബാക്ടീരിയകളും അല്ലെങ്കിൽ വൈറസ്, ഫംഗസുകളൊന്നും രോഗകാരികളാവണമെന്നില്ല. അപ്പോൾ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനൊക്കെ എന്താണ് സഹായിക്കുന്നത്? ചില ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. ദോശമാവ് പൊളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. അതുപോലെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിഘടനം, ജൈവാവശിഷ്ടത്തിൻ്റെ വിഘടനം നടക്കുന്നത് ഏതൊക്കെ ജീവികളുടെ സഹായത്തോടെയാണ്? ഒന്ന് ബാക്ടീരിയ ഉണ്ട്, 2 ഫംഗസും ഉണ്ട്. അത് രണ്ടും ഓർത്തിരിക്കുക. ബാക്ടീരിയ മാത്രമാണെന്ന് അല്ല, ബാക്ടീരിയയും ഫംഗസും കൂടെ ഉണ്ട് എന്ന് ആലോചിക്കണം. അടുത്തത് ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ, ലേക്ക് നമ്മളെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ നനഞ്ഞ തുണി ഇങ്ങനെ കുറച്ച് നേരം ഉണക്കാതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കറുപ്പ് നിറത്തിൽ വരില്ലേ, അതിനാണ് നമ്മൾ കരിമ്പൻ എന്ന് പറയുക അല്ലേ. ആ കരിമ്പൻ അതൊക്കെ എന്താണ്? ഫംഗസാണ്. അതുപോലെ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ ആ 3 ഫംഗസുകളെ പേര് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഒറ്റയാനായത് എന്നൊക്കെ ചോദിക്കാനുള്ള രീതിയിൽ ഒരു സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഫംഗസുകളുടെ പേരുകളാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഫംഗസുകളാണ് ഒന്ന് റൊട്ടിപ്പൂപ്പലും, അതുപോലെ നമ്മളെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ആ കറുപ്പ് കളറിൽ വരുന്ന കരിമ്പൻ എന്ന് പറയുന്ന സംഭവം. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുന്ന കൂണില്ലേ,
അല്ലേ? ഈ മഴയത്തൊക്കെ കിളിർത്ത് വരുന്ന കൂൺ, ആ കൂണും എന്താണ്, ഒരു ഫംഗസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. ഓക്കെ, അപ്പോൾ ഇടതുവശത്ത് നോക്കാം. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. ഓക്കെ, അങ്ങനെ ഏതൊക്കെയാണ്? ഒന്ന് മണ്ണിലൂടെ വരാം, വായുവിലൂടെ വരാം, പിന്നെ ജലവും ഭക്ഷണവും വഴിയും വരാം, അല്ലേ? ആ ഒരു 3 രീതിയിലാണ് നമുക്ക് രോഗാണുവാഹകരല്ലാതെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പം മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിരശല്യം വരാം, പിന്നെ രണ്ടാമത് ടെറ്റനസ് വരാം. പിന്നെ വായുവിലൂടെ വരുന്ന എന്തൊക്കെയാണ്? ക്ഷയം വരാം, ചിക്കൻ പോക്സ് വരാം, ജലദോഷം വരാം, അല്ലേ? അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇനി ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ്, അല്ലേ? ഇനി രോഗാണുവാഹകരിൽ നിന്ന്, അല്ലേ? അതായത് ഈ ഈച്ച, കൊതുക് അങ്ങനത്തെ, അല്ലെങ്കിൽ മനുഷ്യൻ വഴി, അല്ല പക്ഷികൾ വഴി, അല്ല മറ്റ് മൃഗങ്ങൾ വഴിയൊക്കെ വരുന്നതാണ് ഈ രോഗാണുവാഹകരിൽ നിന്ന് എന്ന് പറയുന്നത്. ഈ ഡെങ്കിപ്പനി എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെങ്കിപ്പനി നമുക്കറിയാലോ, കൊതുകിൽ നിന്ന് വരുന്നതാണ്. പിന്നെ മനുഷ്യരുടെ സ്പർശനം മൂലം വഴി വരുന്നൊരു രോഗമാണ് കുഷ്ഠം എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ പക്ഷികൾ വഴി വരുന്നൊരു രോഗമാണ് എന്ത്? പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്, അല്ലേ? അപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. അത് നമ്മുടെ പഴയ SCERT-യിലെ 5ാം ക്ലാസ്സിലെ പഴയ SCERT-യിലുള്ളൊരു ടേബിളാണ്. നല്ലൊരു ടേബിളാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, അതുപോലെ ക്ഷയം. ഇനി വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? എലിപ്പനി ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, കോളറ ഉണ്ട്, പിന്നെ മഞ്ഞപ്പിത്തമുണ്ട്. ഇനി ഈച്ച മുഖേന പകരുന്നത് ഏതൊക്കെയാണ്? കോളറ ഉണ്ട്, വയറിളക്കം ഉണ്ട്. അപ്പോൾ അതവിടെ നോക്കുക. കോളറ 2 എണ്ണത്തിൽ വരുന്നുണ്ട്, അല്ലേ? ഒന്ന് ഈച്ച മുഖേന എന്ന് പറയുന്നുണ്ട്, പിന്നെ വെള്ളം, ആഹാരം വഴിയും ഉണ്ട്, അല്ലേ? ഇനി കൊതുക് മുഖേന ഏതൊക്കെയാണ്? മന്തുണ്ട്, അതുപോലെ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. അടുത്തത് അവസാനത്തേതാണ് സമ്പർക്കം മുഖേന. സമ്പർക്കം മുഖേന എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ടച്ച് വഴി പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ചെങ്കണ്ണുണ്ട്, അതുപോലെ കുഷ്ഠം ഉണ്ട്, അല്ലേ? ഇനി അടുത്തത് രോഗാണുവാഹകർ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നാലും നമുക്കിതാ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതൊന്ന് വായിച്ച് നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും, അല്ല? ഈച്ചയും കൊതുകും വവ്വാലൊക്കെ നമുക്ക് പെട്ടെന്ന് ചിലപ്പം കത്തിന്ന് വരും. പക്ഷേ എലിച്ചെള്ള് നമ്മളൊരു ഡൗട്ടായി പോകും, അതൊരു സൂക്ഷ്മജീവിയാണെന്നൊക്കെ വിചാരിച്ചു പോകും. അല്ല, എലിച്ചെള്ള് എന്ന് പറയുന്നത് രോഗാണുവാഹകരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗ്ഗങ്ങളാണ്, അല്ലേ? കൊതുക് തടയാനുള്ള 3 മാർഗ്ഗങ്ങളാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളത് 2ാമത്തെ പോയിൻ്റാണ്. പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കുക എന്നുള്ളത്. ചിലപ്പോൾ PSC ഇതന്നെ ചോദിക്കും, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ചോദിക്കും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോയി. പുല്ലും പാഴ്ചെടിയൊക്കെ നീക്കേണ്ട കാര്യമുണ്ടോ, അത് കൊതുവായിട്ട് ബന്ധമൊക്കെ ഉണ്ടോ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. കൊതുക് പെരുകുന്നത് തടയാനുള്ള ഒരു മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഈ പുല്ലും പാഴ്ചെടിയൊക്കെ നീക്കുക എന്നുള്ളത്. ഇനി അടുത്തത് രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ തടയേണ്ടത്? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക കേട്ടോ. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ തടയേണ്ടത്? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം. അതുപോലെ രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ മാസ്ക് ഉപയോഗിക്കുക. അതായത് രോഗീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. പിന്നെ രോഗിയും മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ വ്യക്തി ശുചിത്വം പാലിക്കുക. അതായത് നമ്മൾ കൈ കാലൊക്കെ എപ്പോഴും കഴുകുക, കുളിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് കൈയൊക്കെ കഴുകാറില്ലേ, അതന്നെ. ഇനി മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ തടയേണ്ടത്? ഒന്ന്, ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കണം. പിന്നെ ലാസ്റ്റത്തെ ഏതാണ്? മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഓക്കെ. ഇനി അടുത്തത് സസ്യങ്ങളിൽ വരുന്ന ചില പകർച്ചവ്യാധികളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. അത് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തതാണ്, അത് അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം നെല്ലിൽ വരുന്ന പകർച്ചവ്യാധി എന്താണ്? തവിട്ട് ഇലപ്പുള്ളി. ഇനി പയർ ചെടിയിൽ വരുന്ന പകർച്ചവ്യാധിയോ അത് മൊസൈക്ക് രോഗമെന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ തെങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പകർച്ചവ്യാധിയാണ് കൂമ്പ് ചീയൽ.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റായ ജോഡി ശരിയായ ജോഡി എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർമ്മ വരണം, കൂമ്പ് ചീയൽ തെങ്ങായിട്ട് ബന്ധപ്പെട്ടാണ്, മൊസൈക്ക് എന്ന് പറയുന്നത് പയറായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുപോലെ തവിട്ടിലപ്പുള്ളി എന്ന് പറയുന്നത് നെല്ലുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് ആ സമയത്ത് ഓർക്കാൻ പറ്റണം. ഇനി അടുത്തത് രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും അല്ലേ, അപ്പം അധികം പെട്ടെന്ന് അങ്ങോട്ട് രോഗമൊന്നും വരില്ല, അല്ലെ രോഗം വന്നാൽ തന്നെ പെട്ടെന്ന് മാറിപ്പോവും. പക്ഷേ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് എന്താണ് എപ്പോഴെപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ രോഗം വന്നാൽ തന്നെ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും അല്ലേ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല. ഓക്കെ, അപ്പം ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ പോളിയോ എന്ന് പറയുന്നതും ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നതും പകർച്ചവ്യാധിയാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ രോഗങ്ങൾ വന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി ഉപയോഗിച്ചിട്ട് അതിനെ തടുക്കാൻ പറ്റില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ വാക്സിൻ എടുത്തിട്ട് രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആ ഒരു രോഗപ്രതിരോധ ശേഷിയെ പറയുന്ന പേരാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പഠിച്ചില്ലേ, സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയുണ്ട്, ആർജിത രോഗപ്രതിരോധ ശേഷിയുണ്ട്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു പോയിൻ്റാണ്. പ്രതിരോധ കുത്തിവെപ്പിലൂടെ നമ്മൾ എന്താണ് അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒറ്റയാണ് ഏതെന്നൊക്കെ ചോദിക്കാം അല്ലേ. വസൂരി ഉണ്ട്, പ്ലേഗ് ഉണ്ട്, പോളിയോ ഉണ്ട്. ഓക്കെ, ഇനി അവസാനത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്, വാക്സിനേഷൻ അല്ലേ. പല വാക്സിനേഷൻ്റെ പേരുകളും അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഏത് വയസ്സിലാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ജനന സമയത്തുള്ള ചില വാക്സിനുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 3 നമ്മൾ എന്തായാലും പഠിക്കണം. ഇതെല്ലാം നമുക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ജനന സമയത്തുള്ളത് പഠിക്കാം. പിന്നെ അതുപോലെ അടുത്ത സ്ലൈഡിൽ 10 വയസ്സിലുള്ളതും 16 വയസ്സിലുള്ളതും പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഷോർട്ട് ഫോമുകളെല്ലാം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഷോർട്ട് ഫോം നമുക്ക് നോക്കി നോക്കാം. BCGൻ്റെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗോറിൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ഷയത്തിന് വേണ്ടിയിട്ട്, ക്ഷയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്സിനാണ്. ഇനി അടുത്തത് OPV അല്ലേ. OPV എന്ന് പറയുന്നത് എന്താണ്? ഓറൽ പോളിയോ വാക്സിനേഷനാണ്, അതിൽ വാക്സിനാണ് അല്ലേ, ഓറൽ പോളിയോ വാക്സിൻ, അതായത് പോളിയോനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെപ്പ് ബി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ. പിന്നെ FIPV എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. പിന്നെ RVV എന്ന് പറയുന്നത് റോട്ടാ വൈറസ് വാക്സിനാണ്. ഓക്കെ, ഇതിൽ ജനന സമയത്ത് 3 നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് OPV ഓറൽ പോളിയോ വാക്സിൻ, അതുപോലെ BCG ക്ഷയത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായിട്ട് ഹെപ്പ് ബി എന്ന് പറഞ്ഞ വാക്സിനും കൊടുക്കുന്നുണ്ട്. അടുത്ത 3 ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കൂ. നമ്മളിതിങ്ങനെ എല്ലാം പഠിച്ചു വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും. ഓക്കെ, പിന്നെ 6 ആഴ്ച കഴിയുമ്പോൾ വാക്സിൻ ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ 10 ആഴ്ച, അത് കഴിഞ്ഞിട്ട് 14 ആഴ്ച, അത് കഴിഞ്ഞിട്ട് പിന്നെ 9 മാസമാകുമ്പോൾ പിന്നെ വരുന്നത് 16 to 24 മാസത്തിൻ്റെ ഇടയിൽ, അത് കഴിഞ്ഞിട്ട് 5-6 വയസ്സാകുമ്പോൾ ഒരു വാക്സിൻ വരുന്നുണ്ട്. പിന്നെ 10ാമത്തെ വയസ്സിലും 16ാമത്തെ വയസ്സിലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോമുകൾ നമുക്ക് നോക്കാം. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോ കോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. പിന്നെ അടുത്തത് MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റൂബെല്ല വാക്സിനാണ്. അതുപോലെ DPT, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പേസ് ചോദിക്കാറുണ്ട് ഏതൊക്കെ രോഗത്തിന് വേണ്ടിയിട്ടാണ് DPT ഉപയോഗിക്കുന്നത് എന്നുള്ളത്. D ഫോർ ഡിഫ്തീരിയാണ്. P ഫോർ പെർട്ടൂസിസ്. പെർട്ടൂസിസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഇംഗ്ലീഷാണ്? വില്ലൻ ചുമ. ഓക്കെ, അപ്പം അതും ഓർത്തിരിക്കുക, വില്ലൻ ചുമയാണ് പെർട്ടൂസിസ്. പിന്നെ ഏറ്റവും അവസാനം T ടെറ്റനസ് വാക്സിനാണ്. അപ്പോൾ ഈ T എന്ന് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്, കാരണം ടൈഫോയിഡ് ഉണ്ട്, ടെറ്റനസ് ഉണ്ട് അല്ലേ. അപ്പം കൺഫ്യൂഷൻ ആയി പോകരുത്, ടെറ്റനസ് ആണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ TD TD എന്ന് പറയുന്നത് ടെറ്റനസ്
ഡിഫ്തീരിയ വാക്സിനാണ്. 10ാമത്തെ വയസ്സും 16ാമത്തെ വയസ്സുമാണ് നമുക്ക് കുറച്ച് ഓർത്തിരിക്കാൻ എളുപ്പമുള്ളത് അല്ലേ. എന്താണ്, ഒറ്റ വാക്സിനും വീതമുള്ളൂ. ഒന്ന് TD1 രണ്ടാമത്തത് TD2 അല്ലേ. അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എന്നാണ് TDൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററും ചെറിയൊരു ചാപ്റ്ററാണ്, ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് നമ്മൾ കണ്ടു. PSC ചോദിക്കുന്നതാണ് ഇതൊക്കെ. നിങ്ങളിത് പഠിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്